നമസ്കാരം. നമ്മുടെ രാജീവ് ചന്ദ്രശേഖറിൻ്റെ അഭിപ്രായത്തിൽ ശബരിമല കേന്ദ്ര സർക്കാരിന് വിട്ടുകൊടുക്കണം. കാരണം വേറൊന്നുമല്ല, ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സ്വർണ്ണപ്പാളി വിഷയം, സ്വർണ്ണപ്പാളി മോഷ്ടിച്ചുകൊണ്ട് പോകുന്നു, ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ഒരാളാണ് അവിടുന്ന് കൊണ്ടുപോയത്. പക്ഷേ ഇതെല്ലാം ചെയ്തു കൊടുത്തത് പാർട്ടിയാണ്. അതായത് ഇവിടുത്തെ CPM-ൻ്റെ നമ്മുടെ സംസ്ഥാന സെക്രട്ടറി അടക്കം, മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം അവിടെ ചെന്ന് നിന്നുകൊണ്ട് സ്വർണ്ണപ്പാളി ഇളക്കി വളരെ സുരക്ഷിതമായി നേരെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈ കൊടുത്തിട്ട് പറഞ്ഞു, ഉണ്ണികൃഷ്ണൻ പോറ്റി, താങ്കളൊരു കാര്യം ചെയ്യൂ, ഇത് ശബരിമലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സ്വർണ്ണപ്പാളികളാണ്, ഈ സ്വർണ്ണപ്പാളിയെല്ലാം കൂടി നിങ്ങൾ എവിടെയെങ്കിലും കൊണ്ടുപോയി വിറ്റ് കാശാക്കി ഞങ്ങൾക്ക് ഉള്ളതങ്ങ് വീതിച്ച് താ എന്ന് പറഞ്ഞുകൊണ്ട് CPM സംസ്ഥാന സെക്രട്ടറിയും മുഖ്യമന്ത്രി പിണറായി വിജയനും എടുത്തുകൊണ്ട് പോയി കൊടുത്തു എന്നുള്ള തരത്തിലാണ് ഇപ്പോൾ മാധ്യമങ്ങളിൽ ഓരോ നമ്മുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാരെല്ലാം പ്രതികരിക്കുന്നത് കാണുമ്പോൾ തോന്നുക. ഇപ്പോൾ ഇദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യം, രാജീവ് ചന്ദ്രശേഖർജി പറയുന്ന, അതായത് BJP-യുടെ സംസ്ഥാന അധ്യക്ഷൻ പറയുന്ന മറ്റൊരു കാര്യം, നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങളെ കൊണ്ട് നോക്കാൻ പറ്റുന്നില്ലെങ്കിൽ വിട്ടേരെന്നേ, ഞങ്ങൾ നോക്കിക്കോളാം, ഞങ്ങളങ്ങ് ഏറ്റെടുത്ത്, കേന്ദ്ര സർക്കാർ ഏറ്റെടുത്ത് ഇതിനെ അങ്ങ് വലിയ പൂങ്കാവന ആക്കി മാറ്റിയേക്കാം എന്നുള്ള തരത്തിൽ ആണ് പറയുന്നത്. അപ്പം ആരാധനാലയങ്ങളെല്ലാം സംരക്ഷിക്കാൻ, അതായത് പുണ്യഭൂമികളെല്ലാം സംരക്ഷിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ആര്? ഈ പറയുന്ന BJP-യും കേന്ദ്ര സർക്കാരും ഞങ്ങൾ തയ്യാറാണ്. എന്നാൽ ഇതേ സംസ്ഥാന അല്ലെങ്കിൽ ഈ കേന്ദ്ര സർക്കാർ അവിടെ ശബരിമലയിൽ ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ, അതായത് അവിടുത്തെ കേന്ദ്രസേനയെ വിന്യസിക്കുന്ന അടക്കം തീർത്ഥാടകർ എത്തിക്കൊണ്ടിരിക്കുന്ന കുത്തൊഴുക്ക്, തീർത്ഥാടകരുടെ കുത്തൊഴുക്ക് എന്ന് പറയുന്ന തരത്തിലുള്ള വരവ് ഉണ്ടാകുമ്പോൾ അതിനെ ഒന്ന് ക്രമീകരിക്കുന്നതിനോ അല്ലെങ്കിൽ അവിടെ സ്ഥലം അക്വയർ ചെയ്ത് കൊടുത്തു, അതായത് വനഭൂമി അക്വയർ ചെയ്ത് കൊടുത്തുകൊണ്ട് ഇന്ന വികസന പ്രവർത്തനങ്ങൾ അവിടെ നടത്താം, അതായത് സന്നിധാനത്തെയും പമ്പയിലെയും അടക്കം തിരക്കുകൾ ഒഴിവാക്കാൻ വേണ്ടി ചില സജ്ജീകരണങ്ങളുണ്ട്. അതെല്ലാം സർക്കാരിൻ്റെ മുന്നിൽ അത്തരത്തിലുള്ള സജ്ജീകരണങ്ങളുണ്ട്. അവിടെ വന്നെത്താൻ വേണ്ടിയിട്ട് ഒരു ഹെലിപ്പാഡ് സൗകര്യം, അതല്ലെങ്കിൽ ഒരു ആറന്മുളയിൽ ഒരു എയർപോർട്ട് സൗകര്യം തുടങ്ങിയ ആശയങ്ങൾ സംസ്ഥാന സർക്കാർ അവതരിപ്പിക്കുമ്പോൾ ഇതിനെ അനുഭാവപൂർവ്വം പരിഗണിക്കുന്നതിന് പകരം നമ്മൾ ആലോചിച്ച് നോക്കൂ, ഇവിടെ ചെങ്ങന്നൂരിൽ നിന്നും പമ്പയിലേക്ക് എത്തി നിൽക്കുന്ന ശബരി റെയിൽപാതയടക്കം ഇവിടെ നിർമ്മിക്കാനായിട്ട് സംസ്ഥാന സർക്കാർ പ്ലാനും പദ്ധതിയും കൊടുക്കുമ്പോൾ അതിൻ്റെ തിരിഞ്ഞും തിരുവഴിയും നോക്കാത്തവരാണ് നമ്മളുടെ കേന്ദ്ര സർക്കാർ. അപ്പോൾ അവർ എന്തുകൊണ്ട് പറ്റുന്നില്ല എന്ന് ചോദിച്ചാൽ അത് വനഭൂമിയാണ്. ശരിക്കും ശബരിമല സ്ഥിതി ചെയ്യുന്ന ഭാഗം വനഭൂമിയാണ്. അപ്പോൾ ആ വനഭൂമിയിൽ എന്തെങ്കിലും ഒരു എൻക്രോച്ച് എന്ന് പറയാൻ കഴിയില്ല, ആ വനഭൂമി എന്തെങ്കിലും ഒരു നിർമ്മാണ ആവശ്യങ്ങൾക്ക് വിനിയോഗിക്കണമെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ അനുമതി വേണം, കേന്ദ്ര സർക്കാർ സമ്മതിക്കണം. ശരി, നിങ്ങൾ അത്രയും ഭൂമി ഏറ്റെടുത്തോളൂ, അവിടെ ഏകദേശം ഒരു 100 ഏക്കറോളം വേണ്ടി വരും ഒരു റോഡിൻ്റെ നിർമ്മാണത്തിന് വേണ്ടി പോലും. അലക്സാണ്ടർ ജേക്കബ് കഴിഞ്ഞ ദിവസം പറയുന്നുണ്ടായിരുന്നു, അവിടെ നിന്ന് ഒരു റോഡ് എൻട്രിക്കും എക്സിറ്റിനും 2 റോഡുകളാക്കിയാൽ തന്നെ കുറേയധികം അയ്യപ്പ ഭക്തന്മാരുടെ പ്രശ്നങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് പോകാൻ സാധിക്കും എന്ന് പറയുന്നു. അതേസമയം എങ്ങനെ എന്നൊരു വലിയ ചോദ്യം നമ്മുടെ മുന്നിലുണ്ട്. അതിനാരാണ് അനുമതി നൽകേണ്ടത്? അത് കേന്ദ്ര സർക്കാർ അനുമതി നൽകേണ്ടതുണ്ട്. ഇക്കണ്ട കാലം അത്രയും, അത് 14 വരെ നമ്മുടെ UPA സർക്കാർ ഭരിച്ചിരുന്നുവെങ്കിലും പിന്നീട് 2014 ശേഷം ഈ ഹിന്ദുക്കളുടെ എല്ലാം അട്ടിപ്പേർ അവകാശം എടുത്തിരിക്കുന്ന BJP ഭരിച്ചു തുടങ്ങിയ സമയത്ത് പോലും എന്തുകൊണ്ടാണ് ഇതിനൊക്കെ ഒരു മാറ്റം ഉണ്ടാകാത്തത്? എന്തുകൊണ്ടാണ് ശബരിമലയിലെ പ്രശ്നങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ അവർ തയ്യാറാകാത്തത്? ഇതൊരു ദേശീയ തലത്തിൽ പോലും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ആരാധനാലയമാണല്ലോ. അപ്പോൾ അതിനെയൊന്നും അങ്ങനെ സൗകര്യപ്രദമായ രീതിയിൽ അവിടേക്ക് വരേണ്ട തീർത്ഥാടകർ എത്തിപ്പെടാൻ പാടില്ല എന്ന ഒരു ഹിഡൻ അജണ്ട ഇവരുടെ കയ്യിലുണ്ട്. ഇതിൻ്റെയൊക്കെ ചിലവ് ആരും അങ്ങോട്ട് വഹിക്കേണ്ടെന്നേ, ഇതെല്ലാം സംസ്ഥാന സർക്കാർ വഹിച്ചോളാമെന്നേ. അപ്പോൾ എന്നിട്ട് പോലും അതൊന്നും ചെയ്തു കൊടുക്കുന്നില്ല. കാരണം എന്താണ്? അതിൻ്റെ പേരും പറഞ്ഞുകൊണ്ട് നാളേക്ക് നാളെ എന്നായിരുന്നാലും അധികാരം പിടിച്ചെടുക്കേണ്ടവരാണ് തങ്ങൾ. ഇനി BJP-യെ ഏൽപ്പിച്ചു എന്ന് വയ്ക്കുക, BJP-യെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം മര്യാദയ്ക്ക് നടന്നു പോകും എന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയുമോ? ഒരിക്കലുമില്ല. ഇപ്പോൾ ഒരു നിശ്ചിത സംവിധാനത്തിൻ്റെ ഒരു മേൽനോട്ടം ഉണ്ടായിരുന്നിട്ട് കൂടി, അതായത് സംസ്ഥാന BJP കോൺഗ്രസ് ഭരിക്കുന്ന കാലത്ത് അല്ലെങ്കിൽ UDF ഭരിക്കുന്ന കാലത്തും LDF ഭരിക്കുന്ന കാലത്തും കൃത്യമായ മേൽനോട്ടം ഉണ്ടായിട്ട് കൂടി അവിടെ ഉണ്ണികൃഷ്ണൻ പോറ്റിമാർ അവിടെ കടന്നെത്തുകയും അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരെ ചാക്കിട്ട് ആ പറയുന്ന പലരെയും തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ പലതരത്തിലുള്ള റിപ്പോർട്ടുകൾ ഉണ്ടാക്കുകയും ചെയ്തുകൊണ്ട് അവിടുത്തെ സ്വർണ്ണപ്പാളി വരെ അടിച്ചുകൊണ്ട് പോയി. ഇനി വിജയ് മല്യ ഇത്രയും സ്വർണ്ണം അവിടെ മുടക്കേൻ്റെ പിന്നിൽ എന്താണ് എന്നുള്ളത് മറ്റൊരു കഥയായിട്ട് ഒരുപക്ഷെ നമുക്ക് ചിന്തിക്കേണ്ടി വരും. അവിടെ നിന്ന് മാറ്റപ്പെട്ടു പോയ സാധനങ്ങളൊക്കെ എവിടെയാണ്, ചെമ്പുപാളികളൊക്കെ എവിടെയാണ് എന്ന് തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ അന്വേഷിക്കേണ്ടി വരും. അപ്പോൾ ഇങ്ങനെ തുടങ്ങിയ നിരവധി കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. അപ്പോൾ ഈ സമയത്തും രാജീവ് ചന്ദ്രശേഖർജി പറയുന്നത് എന്താണ്? ഞങ്ങളെ ഏൽപ്പിക്കൂ. അപ്പോൾ പിന്നീട് ഈ രാജീവ് ചന്ദ്രശേഖർജിയുടെയും രമേശിൻ്റെയൊക്കെ ഒരു പ്രധാന പ്രശ്നം, മുഖ്യമന്ത്രി ഇക്കാര്യത്തിലൊന്നും മിണ്ടുന്നില്ലത്രേ. അപ്പോൾ ഒരാളുടെ, അതായത് MD രമേശ് പറയുന്നതനുസരിച്ച് നോക്കുവാണെങ്കിൽ മുഖ്യമന്ത്രി മൗനമായിട്ടിരിക്കുന്നു. മുഖ്യമന്ത്രിയുടെ അതിവിശ്വസ്തന്മാരെല്ലാം അറസ്റ്റിലാകുന്നു.
ഇവരെല്ലാം മുഖ്യമന്ത്രി മൗനം പാലിക്കുന്നത് കുറ്റകരമാണ്. എന്ത് കുറ്റകരം? ഇവിടെ കൃത്യമായി ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ SIT സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അതുമായി ബന്ധപ്പെട്ട് ഒരു അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ അന്വേഷണത്തിലാണ് പലരെയും പിടിക്കപ്പെടുന്നത്. ഈ പിടിക്കപ്പെടുന്നവരെ ആരെയും ഞങ്ങൾ ചേർത്ത് നിർത്തി സംരക്ഷിക്കാമെന്ന് ഒരു ഘട്ടത്തിൽ പോലും മുഖ്യമന്ത്രി പറഞ്ഞിട്ടില്ല. നാഴികയ്ക്ക് 40 വട്ടം ഓരോരുത്തരും പിടിയിലാകുന്നതനുസരിച്ച് മുഖ്യമന്ത്രി എന്തിനാണ് പത്രസമ്മേളനം വിളിക്കുന്നത്? അല്ല, ഈ പറയുന്ന VD സതീശനെ പോലെ പിന്നെ മുഖ്യമന്ത്രിക്ക് പത്രസമ്മേളനം നടത്തേണ്ട ആവശ്യമുണ്ടോ? അപ്പോൾ അന്വേഷണം ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ പൂർത്തിയാക്കേണ്ട അന്വേഷണം, ആ അന്വേഷണത്തിൽ ഒടുക്കം ഈ അന്വേഷണം നടത്തി വരുന്ന വഴിയിൽ ഈ സ്വർണ്ണപ്പാളി അവിടെ നിന്ന് മോഷ്ടിച്ചതുമായി ബന്ധപ്പെട്ട് ആരൊക്കെ പിടിയിലാകുന്നുണ്ട് എന്നുള്ളത് സംബന്ധിച്ചുള്ള കൃത്യമായ ഒരു രൂപരേഖയുണ്ടായി അവർക്കെതിരെ കുറ്റപത്രം സമർപ്പിച്ച് കേസ് കോടതിയിലും പോയതിനു ശേഷം മാത്രം പ്രതികരിച്ചാൽ പോരെ? ഇവിടെ ഇപ്പോഴേ മുഖ്യമന്ത്രി പത്മകുമാർ അറസ്റ്റിലായിട്ടുണ്ട്, പത്മകുമാറിനെ ഞങ്ങൾ സംരക്ഷിക്കില്ല എന്ന് പറയേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അത് മുഖ്യമന്ത്രി തുടക്കത്തിലേ തന്നെ പറഞ്ഞു. ഈ അയ്യപ്പൻ്റെ സ്വർണം കട്ടുമുടിച്ചവൻ ആരായിരുന്നാലും കൃത്യമായ അന്വേഷണത്തിലൂടെ പിടിയിലാകും. അവരെ ആരെയും പാർട്ടിയോ അല്ലെങ്കിൽ സർക്കാരോ സംരക്ഷിക്കുകയില്ല. ഇതാണ് നിലപാട്. ആ നിലപാടിൽ തന്നെയാണ് CPM മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഈ പറയുന്ന പോലെ അതെങ്ങനെ കുറ്റകരമായ ഒരു മൗനമാകും? പിന്നെ അദ്ദേഹത്തിൻ്റെ ഭാവനയിൽ, അത് MD രമേശിൻ്റെ ഭാവനയിൽ AKG സെൻറ്ററിലാണ് ഇതിൻ്റെ ആസൂത്രണം നടന്നത്. ഞാൻ നേരത്തെ തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ അവിടെ നിന്ന് ഗോവിന്ദൻ മാഷും എല്ലാവരും കൂടെ ചേർന്നിട്ട് ശബരിമലയിലെ സ്വർണ്ണപ്പാളി രായ്ക്ക് രാമായണം ഇളക്കി ഈ മുരാരി ബാബുവിനെയും ബൈജുവിനെയും ജയശ്രീയെയും ഒക്കെ കൂട്ടി ഇപ്പോൾ പത്മകുമാറിൻ്റെയും അതോടൊപ്പം N വാസുവിൻ്റെയൊക്കെ ഒരു അനുമതിയോടുകൂടി ഈ സ്വർണ്ണം അവിടെ നിന്ന് കടത്തി. പോട്ടെ, കേരള സ്റ്റേറ്റിൻ്റെ 1ാം നമ്പർ വണ്ടിയിൽ ക്രിസ്റ്റയ്ക്കകത്താണെന്ന് വിചാരിച്ചു. അല്ല, എന്ന് വേണമെങ്കിലും പറഞ്ഞ് പരത്താമല്ലോ. MD രമേശ് പറയുന്ന അനുസരിച്ച് നോക്കിയാൽ അങ്ങനെ നമുക്ക് ചിന്തിക്കേണ്ടി വരും. അപ്പം ഇതാണ് പ്രശ്നം. ഇവിടെ ഇതിനെ രാഷ്ട്രീയ ലാക്കോടുകൂടി ശബരിമല ഈ വിഷയത്തെ കാണുകയാണ്, അല്ലാതെ വേറൊന്നുമില്ല. അപ്പം ഇങ്ങനെ ഈ പ്രതികളെ സംരക്ഷിക്കുന്ന സമീപനം ഉണ്ടായി എന്നുകൂടി ഈ പറയുന്ന MD രമേശ് വാദഗതി ഉയർത്തുന്നു. എവിടെയാണ് പ്രതികളെ സംരക്ഷിക്കുന്ന സമീപനം ഇവിടുത്തെ ഇടതുപക്ഷ സർക്കാർ സ്വീകരിച്ചത്? അങ്ങനെ ഒരു സമീപനം ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ സർക്കാർ സ്വീകരിച്ചിട്ടുണ്ടോ? സർക്കാർ അങ്ങനെ ഒരു നയം രൂപീകരിച്ചിട്ടുണ്ടോ? ഇല്ല. സർക്കാർ അങ്ങനെ ഒരു നയം രൂപീകരിച്ചിട്ടുമില്ല. പ്രതികളായിട്ടുള്ള ആളുകളെ സംരക്ഷിക്കുന്ന നിലപാടിലേക്ക് സംസ്ഥാന സർക്കാർ ഒട്ടും മുന്നോട്ട് പോയിട്ടുമില്ല. സർക്കാർ ഹൈക്കോടതി ഇങ്ങനെയൊരു അന്വേഷണത്തിന് ഉത്തരവിട്ട സമയത്ത് എന്തുകൊണ്ടാണ് തിരിച്ചൊരു ഹർജി ഫയൽ ചെയ്യായിരുന്നത്? ഇല്ല, ഞങ്ങൾ സംസ്ഥാന സർക്കാർ നേരിട്ട് അന്വേഷിച്ചോളാം. അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. നിയമപരമായും പറ്റില്ല, അതങ്ങനെയും പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ പറയുന്ന സംസ്ഥാന സർക്കാർ ഒരാളെയും പ്രതികളെ സംരക്ഷിക്കുന്നില്ല. അന്വേഷണം വന്ന സമയത്ത് അങ്ങനെ എന്തെങ്കിലും ഭയപ്പാടുള്ള ഒരു സർക്കാരായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അതിനെ എതിർത്തേനെ, അതിനെ സ്വാഗതം ചെയ്യില്ലായിരുന്നു. കുറ്റകരമായ ആര് കുറ്റം ചെയ്തിരുന്നാലും അവർ വേണ്ട ശിക്ഷ അനുഭവിക്കുക തന്നെ വേണം എന്ന് തന്നെയാണ് സംസ്ഥാന സർക്കാരിൻ്റെ നിലപാട്. അതിനും BJPയോ UDFോ ഇതിനൊരു വലിയ രാഷ്ട്രീയ ആയുധമാക്കിക്കൊണ്ട് സംസ്ഥാന സർക്കാരിനെ വളഞ്ഞിട്ട് ആക്രമിക്കാനാണ് പ്ലാനെങ്കിൽ അതൊന്നും വിലപ്പോകുന്ന കാര്യമല്ല. അന്വേഷണം വരട്ടെന്നേ. ഇനിയും ആരൊക്കെ പിടിയിലാകുമെന്നുള്ളത് നമുക്ക് കണ്ടറിയാം. ഇനി ഇതിനകത്ത് വേറെ ആരെങ്കിലും ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് നമുക്കറിയണമല്ലോ. അല്ലാതെ പണ്ട് കാലത്തുണ്ടായിരുന്നത് പോലെ പാത്രം കട്ടുകൊണ്ട് പോയവനെയും പാത്രം മേടിച്ച വകയിൽ കോടികൾ വെട്ടിച്ചവനെയും ഒന്നും സംരക്ഷിച്ച് പിടിച്ച ഒരു പാർട്ടി അല്ല ഇടതുപക്ഷത്തിൻ്റേത്. ആര് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെയും ആ തെറ്റിന് കൃത്യമായി പിടിയിലാകും. എന്തുകൊണ്ടാണ് ഈ പറയുന്ന N വാസുവിൻ്റെയും അതോടൊപ്പം തന്നെ മറ്റേ പത്മകുമാറിൻ്റെയും പേര് മാത്രം ഉയർത്തിക്കാട്ടുന്നത്? എന്തുകൊണ്ടാണ് ഈ BJP ആണെങ്കിലും UDF ആണെങ്കിലും എന്തുകൊണ്ടാണ് മുരാരി ബാബുവിനെ വിട്ടുകളഞ്ഞത്? അതല്ലെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ജയശ്രീയെ വിട്ടുകളഞ്ഞത്? എന്തുകൊണ്ടാണ് ബൈജുവിനെ വിട്ടുകളഞ്ഞത്? അപ്പോൾ വിട്ടുകളഞ്ഞ ഒരു വിഭാഗം ആളുകളുണ്ട്, അവരുടെ പേരെങ്ങും പരാമർശിക്കപ്പെടുന്നില്ല. എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ കോൺഗ്രസ് അനുഭാവികളായിരുന്നു ഈ 3 പേർ എന്നുള്ളത് വളരെ സുവ്യക്തമല്ലേ? അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ എന്തുകൊണ്ട് മുഖ്യമന്ത്രിയെ തന്നെ കുറ്റം പറയുന്നു? അപ്പോൾ ഇതിൻ്റെ രാഷ്ട്രീയ ലക്ഷ്യമാണ് എന്നുള്ളത് നമുക്ക് പകൽ പോലെ വ്യക്തമാണ്. അല്ലെങ്കിൽ പറയേണ്ടിയിരുന്നത് ശബരിമലയുമായി ബന്ധപ്പെട്ട് കുറ്റം ചെയ്ത എല്ലാവരും പിടിയിലാകണം. അതിപ്പോൾ ഇടതുപക്ഷ മന്ത്രിസഭയിലുള്ള ഇന്ന ആൾക്കാരാണെങ്കിലും ശരി ശിക്ഷിക്കപ്പെടണം. അവരെ സംരക്ഷിക്കുന്ന നടപടി സംസ്ഥാന സർക്കാർ കൈക്കൊള്ളാൻ പാടില്ല എന്ന കൃത്യമായ ഒരു അജണ്ടയല്ലേ മുന്നോട്ട് വയ്ക്കേണ്ടത്? അപ്പോൾ അതിന് പകരം ഇതിനെല്ലാം ഇടനില നിന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കുറിച്ച് ആരും മിണ്ടുന്നില്ല. ഒന്ന് ആലോചിച്ച് നോക്കും. മുരാരി ബാബുവിനെ കുറിച്ച് ആരും മിണ്ടുന്നില്ല. ഈ ബൈജുവിനെ കുറിച്ച് മിണ്ടുന്നില്ല. ജയശ്രീയെ കുറിച്ച് മിണ്ടുന്നില്ല. അവരല്ലേ പ്രധാനപ്പെട്ട പ്രതിസ്ഥാനത്ത് നിൽക്കുന്നവർ. എന്തുകൊണ്ടാണ് അവരെക്കുറിച്ച് മിണ്ടാത്തത്? അപ്പോൾ ക്ലിയറാണ് കാര്യങ്ങൾ. സർക്കാരിനെ മാത്രം എങ്ങനെയെങ്കിലും കടന്നു കയറി ആക്രമിക്കാനുള്ള ഒരു പുതിയ തന്ത്രം മെനഞ്ഞുകൊണ്ടിരിക്കുകയാണ് BJP. അതിനിടെ രാജീവ് ജിക്ക് എത്രയും പെട്ടെന്ന് ശബരിമല എടുത്ത് കേന്ദ്ര സർക്കാരിൻ്റെ കൊടുക്കാനുള്ള അദമ്യമായ ആഗ്രഹവും
ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതൊന്നും ആയിരിക്കത്തില്ല. കേന്ദ്ര സർക്കാരിൻ്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് ആദ്യം പൊളിച്ച് നീക്കാൻ പോകുന്നത് അവിടുത്തെ പിന്നെ എന്തായിരിക്കും എന്ന് നമുക്കറിയാമല്ലോ. അവിടുന്ന് വാവരുസ്വാമിയുടെ പള്ളി ആയിരിക്കും ആദ്യം അവിടുന്ന് പൊളിച്ച് നീക്കാൻ അവർ ഉത്തരവിടുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ പിന്നീട് ഉണ്ടാകാനുള്ള സാധ്യത നമ്മുടെ മുന്നിലുണ്ട്. അപ്പം എന്തു തന്നെയാണെങ്കിലും ഇത്തരത്തിലുള്ള കപട വാചാലത കൊണ്ട് സത്യത്തിൻ്റെ മുഖത്തെ മൂടി വയ്ക്കാൻ ശ്രമിക്കരുത്.